കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രമുഖമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് 3 സീറ്റുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് 35 സീറ്റുകളുള്ള ഇടതുപക്ഷത്തെ തന്നെ വിഴുങ്ങാൻ സാധ്യതയുള്ള വലിയ പ്രതിപക്ഷമായി മാറുമോ, അടുത്ത തവണ അവർക്ക് ഒരു 30 സീറ്റ് കിട്ടുമോ എന്നാണ് BJP കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് എന്ന് പറയുന്ന വലിയ ചോദ്യമാണുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ചാനലിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലായിട്ട് ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ആ ജോയിനിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള മെമ്പർഷിപ്പ് ഫീസായിട്ടുള്ള 179 രൂപ അടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കുക. അത് ലെവൽ 1 ആണ്. ലെവൽ 2ൽ 359 രൂപയാണ്. കഴിയുന്നവർ അതും എടുക്കുക. അതല്ലെങ്കിൽ മുകളിലേക്കുള്ള പല സ്കീമുകളുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്താൽ മതി. അതെടുത്തത് കൊണ്ടിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രയോജനങ്ങളൊന്നും നിങ്ങൾക്കില്ല. ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മുടെ ചാനൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന താല്പര്യമുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ്. അത് മന്ത്ലി ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതല്ല നിങ്ങൾക്ക് ഒരൊറ്റ തവണത്തേക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ പേ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കഴിയാവുന്ന സാധ്യമാകുന്ന എമൗണ്ടുകൾ ചെയ്തുകൊണ്ട് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ ചോദ്യത്തിലേക്ക് മടങ്ങി വന്നാൽ ഇപ്പോൾ 3 പേർ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ BJPയുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ 3 സീറ്റുകൾ കേരള നിയമസഭയിലേക്ക് നേടിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ BJPയുടെ MLAമാർ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുകയാണെന്ന് ഞാൻ പറയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും 2016 O രാജഗോപാൽ എത്തിയിരുന്നല്ലോ എന്ന് വിചാരിക്കും. O രാജഗോപാൽ ഒരു വന്യ വയോധികനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നിരവധി തവണ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് നിയമസഭ കണ്ടോട്ടെ എന്നവിടെയുള്ള ജനങ്ങൾ വളരെ കരുണാപൂർവ്വം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണത്. അത് സംഭവിച്ചു. അവിടെ O രാജഗോപാൽ എത്തി. പക്ഷെ അദ്ദേഹം പോലും അവിടെ ഒരു BJP മെമ്പറായിട്ടുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത്തരത്തിലുള്ള ഒരു വലിയ സാധ്യതകളൊന്നും ഇതിൻ്റെ ഒപ്പം ഇല്ല എന്നുള്ളത് പറഞ്ഞു. അതായത് ആ സമയത്ത് നമ്മളതൊരു BJPക്കാരനായിട്ടൊന്നും O രാജഗോപാലിനെ കാണേണ്ടതില്ല. BJPയുടെ സാധ്യതകളൊന്നും അവർ പ്രയോജനപ്പെടുത്തിയില്ല. പക്ഷെ ഇപ്പം സംഭവിച്ചേക്കുന്നതല്ല. കഴിഞ്ഞ ലോക്സഭയിൽ അതുപോലെ സുരേഷ് ഗോപി ജയിച്ചു. അതൊരു BJPക്കാരനായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. സുരേഷ് ഗോപിയൊക്കെ ജയിച്ചതുകൊണ്ട് BJP അവിടെ തളരുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, BJPക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകളല്ല എന്നുള്ളതാണ്. ഹാർഡ് കോർ BJPക്കാരായ ആളുകൾ ആദ്യമായി കേരള നിയമസഭയിലേക്ക് എത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് തോന്നിയാൽ രാജീവ് ചന്ദ്രശേഖരാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ട് വലിയ പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ കഴിയും. അദ്ദേഹം വലിയ ഓർഗനൈസറൊക്കെയാണ്. പക്ഷേ നിയമസഭക്കകത്തൊന്നും വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന, ഗ്രൗണ്ടിൽ നിന്ന് സ്ട്രീറ്റിൽ നിന്ന് അടിയും തടയും മുതൽ എല്ലാ കേരളത്തിലെ പൊളിറ്റിക്സും പഠിച്ചിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് V മുരളീധരൻ എന്നാണ്. ആ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിന് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും BJPയുടെ രാഷ്ട്രീയവും RSSൻ്റെ രാഷ്ട്രീയവും പേറുന്ന ഒരാൾ, സകലവിധ ഈ പറയുന്ന പോലെ കടവുകളും പഠിച്ചിട്ടുള്ള ഒരാൾ ആ കേരള നിയമസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഗോപകുമാർ എന്ന് പറയുന്ന ചാത്തന്നൂരിൽ നിന്നുള്ള ഒരാൾ കൂടി എത്തുമ്പോൾ V മുരളീധരനെ കൃത്യമായി സഹായിക്കാനുള്ള ഒരാൾ കൂടിയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ 3 പേരും അവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മീഡിയ സ്പേസും അറ്റൻഷനും ഒക്കെ തന്നെ കൂടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ മീഡിയ സ്പേസും അറ്റൻഷനും ഒക്കെ കൂടുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ സാധാരണ ഒരു നിയമസഭയൊക്കെ കവർ ചെയ്യുമ്പോൾ ഇല്ലാത്തൊരു പ്രസൻസ് അവർക്ക് കിട്ടുന്നു എന്നുള്ളത് അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷമായി നിൽക്കുന്ന CPMന് പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർക്കവിടെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. അതുപോലെ UDF ആണ് ഭരിക്കുന്നത്. UDFലെ പ്രമുഖമായിട്ടുള്ള കക്ഷി മുസ്ലിം ലീഗാണ്. ജമാഅത്തെ ഇസ്ലാമി അത്തരത്തിലുള്ള ആളുകളുടെ സപ്പോർട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇനിയിപ്പോൾ അനർഹമായിട്ടുള്ള ചില കാര്യങ്ങൾ മുസ്ലിം ലീഗ് നേടിയെടുത്താലും ഇല്ലെങ്കിലും പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തെ പൊലിപ്പിച്ച് കാണിക്കാനും, പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവർ ചെയ്തു കൊടുക്കുന്ന അനാവശ്യമായിട്ടുള്ള ഫേവറുകൾ ഉയർത്തി കാണിക്കാനും, അവരുടെ എല്ലാം കീഴിലാണ് ഇവർ ഈ കോൺഗ്രസ് എന്നുള്ളത് കാണിക്കാനും, ഒരുപക്ഷെ അതിരുവിട്ടിട്ടുള്ള ചില വർത്തമാനങ്ങൾ ഉണ്ടാകാനുമൊക്കെ കഴിയുന്നത് BJPക്കാണ്. BJPയുടെ MLAമാർക്കാണ്. അത് നിയമസഭകളിൽ പോലും കഴിയും എന്നുള്ളത് മാത്രമല്ല, നിയമസഭകൾക്ക് പുറത്തും അവരുടെ ഒരു കേഡർ സിസ്റ്റമുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സാധ്യതകൾ അവർക്ക് മുമ്പിൽ തുറന്നു കിട്ടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ
ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ളൊരു വലിയ സാധ്യതകൾ അവർക്ക് മുമ്പിൽ തുറന്നിടുമ്പോൾ ഇപ്പം തന്നെ അവരുടെ കയ്യിൽ ഏതാണ്ട് ഒരു 38-40 മണ്ഡലങ്ങളിൽ അവർക്ക് 30,000-ലധികം സീറ്റുള്ള മണ്ഡലങ്ങളുണ്ട്. ആ സീറ്റുള്ള മണ്ഡലങ്ങളിൽ 40,000 സീറ്റുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അവരുടെ സ്വാധീനം ഒന്നുകൂടി കൂട്ടാനും ഇത്തരത്തിൽ പലപ്പോഴും വിഭാഗീയമായിട്ടുള്ള ചിന്തകൾക്ക് കുറേ കൂടി ആക്സിലറേറ്റ് ചെയ്യാനും ഈ 3 MLA-മാരെ കൊണ്ട് കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളിൽ എതിരായിട്ടുള്ള നിലപാടുകൾ CPM എടുത്താലും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ, എതിരായിട്ടുള്ള നിലപാട് CPM എടുത്തിട്ടുണ്ടെങ്കിൽ CPM-നെയും കൂടി അതിൻ്റെ ഒപ്പം കേട്ടാനും അവരൊരു പ്രോ മുസ്ലിം അജണ്ടകൾ പേറുന്ന ആളുകളാണെന്ന് പറയാനും പകരം ഇവരുടെ ശക്തി കൂട്ടാനും ഒക്കെ അത് സഹായിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കടുത്ത കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള 63 പേരാണ്. 90-ലധികം സീറ്റുകളിലാണ് അവർ മത്സരിച്ചത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു 25-30ഓളം സീറ്റുകളിൽ മാത്രമേ ഇനി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് മത്സരിക്കാൻ അടുത്ത തവണ MLA ആകാനെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ചാൻസ് ഉണ്ടാവും. അതായത് കേരളത്തിലെ ഒരു 140 സീറ്റുകളിൽ ബാക്കിയുള്ളതൊക്കെ ഘടകകക്ഷികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് കേവലം 30-35 സീറ്റുകളിലേക്ക് മാത്രമേ 32 സീറ്റുകളിലേക്ക് മാത്രമേ മാക്സിമം എന്നുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരന് മത്സരിക്കാൻ കഴിയൂ. കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ ഒരാളൊരു MLA ആയി കഴിഞ്ഞാൽ അടുത്ത തവണ ഉറപ്പായിട്ടും സിറ്റിംഗ് MLA തന്നെ മത്സരിക്കും എന്നുള്ള കാര്യം 3.5 തരവാണ്. അതിൽ നമുക്ക് ആർക്കും തർക്കമില്ല. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും തന്നെ ഇനി ഈ പാർട്ടിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു MLA ആകാനോ നിയമസഭാ മണ്ഡലത്തിലെ കുളിര് കൊള്ളാനോ ഒന്നും കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആളുകൾ ഐഡിയോളജിക്കൽ ബേസ് ഒന്നും സ്ട്രോങ് ആയതുകൊണ്ടല്ല അവർ ഈ പാർട്ടിയിൽ നിൽക്കുന്നത്. പകരം അവസരങ്ങൾ നോക്കി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോൾ CPIയിൽ നിന്ന് പോയിട്ടുള്ള CC മുകുന്ദൻ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്തു, ഡൽഹിയിൽ ചെല്ലുകയും കോൺഗ്രസ്സായിട്ട് ചർച്ച നടത്തുകയും കോൺഗ്രസിൻ്റെ സീറ്റ് കിട്ടാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ BJPയിൽ ചേരുന്നതും BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അത്രയൊക്കെ ബേസേ ആളുകൾക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ വേണമെങ്കിൽ BJPയിലേക്ക് പോകാൻ കഴിയും. എങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സീറ്റ് കിട്ടുമെന്നും ആ സീറ്റ് കിട്ടുന്ന മണ്ഡലങ്ങളിൽ ചെന്നാൽ BJPയുടെ സ്ഥാനാർത്ഥികളായാൽ പോലും നിയമസഭകളിലേക്ക് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ വരുമ്പോൾ രണ്ടാം തിര, ഈ പറഞ്ഞ 3-ാം തിര നേതാക്കന്മാരിൽ നിരവധി ആളുകളുടെ ഒഴുക്ക് യഥാർത്ഥത്തിൽ BJPയിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ. കാരണം നിങ്ങളൊരു ഒറ്റക്ക് തന്നെ 10,000 വോട്ടുകൾ കൂടി പിടിക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സീറ്റ് നൽകാമെന്ന് പറഞ്ഞാൽ ഇതുവരെ BJPയിലേക്ക് പോകാതിരുന്ന ആളുകൾ പോലും പോകും. ഇതുവരെ BJPയിലേക്കുള്ള ആളുകൾ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ പണം ഓഫർ ചെയ്താലും മറ്റ് സൗകര്യങ്ങൾ ഓഫർ ചെയ്താലും പോകാത്തത് ഇതൊക്കെ കിട്ടിയാൽ പോലും കേരളത്തിൽ പിന്നീട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു MLA ആകൽ BJPയിലേക്ക് പോയാൽ സാധ്യമല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് കൂടി സാധ്യമാകും, BJPയിലേക്ക് പോയാലും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ, മറ്റു പാർട്ടികളുടെ നിരവധി നേതാക്കൾ, സ്വാധീനമുള്ള നേതാക്കളൊക്കെ തന്നെ BJPയിലേക്ക് എത്താനുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ട് BJP വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിൽ ഇപ്പം തന്നെ നിലവിലുള്ള ഒരു വിഭജനം, കുറേ കൂടി മാനസികമായിട്ടുള്ള, മതപരമായിട്ടുള്ള, വർഗീയമായിട്ടുള്ള വിഭജനങ്ങളൊക്കെ തന്നെ ഇപ്പം തന്നെ ഉണ്ട്. അത് കുറച്ചും കൂടി വികസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ സാധ്യതകൾ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ വളരെ വേഗത്തിൽ ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കിട്ടും. ബംഗാളിൽ BJPക്ക് ഇതുപോലെ 3-ൽ നിന്നാണ് ഒറ്റടിക്ക് 77 ആയത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആ 77-ൽ നിന്ന് ഒറ്റടിക്ക് ഇപ്പോൾ 200-ലധികമായി എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അത്തരത്തിൽ പല സ്റ്റേറ്റുകളിലും സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ സാധ്യതയാണ് BJPക്ക് മുന്നിൽ തെളിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അടുത്ത തവണ 2031 അവരൊരു 10, 20, 25, 30 സീറ്റുകൾ മേടിച്ച് വലിയ പ്രതിപക്ഷമായി മാറിയാൽ, 15, 30 സീറ്റുകൾ മേടിച്ച് പ്രതിപക്ഷമായി മാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. തൊട്ടടുത്ത കൊല്ലം അവരുടെ BJPയുടെ മുഖ്യമന്ത്രി വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട. അങ്ങനെ വലിയ രീതിയിൽ വലിയ നേട്ടമാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, UDFിനേക്കാൾ വലിയ സന്തോഷം ഈ UDFിൻ്റെ വിജയത്തിൽ BJPക്കാണ്. 3 MLA-മാരുണ്ടായതിൽ അവരുടെ കേന്ദ്ര നേതൃത്വവും പൂർണ്ണ തൃപ്തരാണ്. കാരണം ഇത് ആക്സിലറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഇനി ഈ പറഞ്ഞ നിയമസഭകളിലേക്ക് ബാക്കിയുള്ളവരെ കൂടി എത്തിക്കാൻ, അടുത്ത തവണ പ്രതിപക്ഷമായി മാറാൻ, വലിയൊരു സൈസബിൾ നമ്പറായി മാറാൻ, 2031 മുഖ്യമന്ത്രിയാകാനുമുള്ള വലിയ കാൽവെപ്പാണെന്നറിയാം. കാരണം അതിനുള്ള ബാക്കി എല്ലാ റിസോഴ്സുകളും അവരുടെ കയ്യിലുണ്ട്. ഇവിടുത്തെ സ്വാധീനം മാത്രമേ പ്രശ്നമുണ്ടുള്ളൂ. ആ പ്രശ്നത്തിലേക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ഒരാൾ മത്സരിക്കണമെങ്കിൽ അദ്ദേഹം ഒരു പണം കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ BJP പറയും ഒരു പണവും കണ്ടെത്തേണ്ട, നിങ്ങളിങ്ങോട്ട് ഒരു പണം ഞങ്ങൾ തരാം, നിങ്ങൾ മത്സരിച്ചാൽ മതി, നിങ്ങൾക്കൊരു സ്വാധീനമുണ്ടായാൽ മതി, ഞങ്ങളുടെ വോട്ടും നിങ്ങളുടെ വോട്ടും കൂടി കൊടുക്കുമ്പോൾ ജയിക്കാൻ കഴിയുമെങ്കിൽ വലിയ അവസരമാണ് എന്ന് പറയുമ്പോൾ നിരവധി രാഷ്ട്രീയ നേതാക്കൾ അതിലേക്ക് ഒഴുകിയെത്തുകയും BJPയുടെ വളർച്ച ദ്രുതഗതിയിലാവുകയും ചെയ്യും. 2036-ൽ
BJP യുടെ മുഖ്യമന്ത്രി വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.